ഹായ്, അരുൺ ജോഷിയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് വന്ന കുറച്ച് കമൻറ്റുകൾ കുറച്ച് നാളായിട്ട് കമൻറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല കമൻറ്റ് അയക്കുന്നുണ്ട്. എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള കമൻസാണ്. അപ്പോൾ ആ കുറച്ച് കമൻറ്റിന് എനിക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നി. കാരണം പോസിറ്റീവാണ് കേട്ടോ, വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ, അതായത് ഞാൻ മായയുടെ ക്ലാസ് 3D മായയുടെ ക്ലാസ് എടുക്കുമ്പോൾ, ഓട്ടോഡെസ്ക് മായയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ ഇടുന്ന ആദ്യത്തെ വീഡിയോ മുതൽ അവസാനത്തെ വീഡിയോ വരെ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ആനിമേഷൻ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ മാത്രം ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഔട്ട് ഇറക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ക്ലാസ് ഇടുന്ന ആ ഒരു മോഡുണ്ടല്ലോ, ആ ഒരു ഇൻ്റർവെല്ല് മോഡ്, അതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ കാരണമുണ്ട്, പേഴ്സണലായിട്ടുള്ള കുറച്ച് കാരണമുണ്ട്. ഒന്നാമത് ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല വീഡിയോ ചെയ്യാൻ. എന്നാലും ഞാൻ രാത്രിയൊക്കെ വന്നിരുന്ന് ചിലപ്പോൾ വീഡിയോ ചെയ്ത് പിറ്റേന്ന് അത് ഓഫ് ടൈമിൽ എഡിറ്റ് ചെയ്ത് ഒക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിച്ച കുറേ വീഡിയോകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് മാത്രമല്ല, എൻ്റെ ഫേസ് അങ്ങനെ കാണാറില്ലല്ലോ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫേസ് ഞാൻ കാണിക്കാറില്ല. ഞാൻ മിക്കവാറും സ്ക്രീൻ മാത്രം ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ അതിനകത്ത് കണ്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ തരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് അതിനകത്ത് ഇടാത്തത്. അപ്പോൾ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ്, പിന്നെ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു 4 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ് ആണ്. അതായത് എന്നെ നേരിട്ട് കണ്ട് ക്ലാസ്സിൽ വന്നിരുന്ന്, എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നല്ല നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്. ഞാൻ ഓൺലൈനായിട്ടാണ് ഞാൻ ഞാൻ ക്ലാസ് ഇടുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അതായത് ഓൺലൈൻ ക്ലാസ് കൊണ്ട് കുറച്ച് ഉപയോഗങ്ങളും ഉണ്ട്, കുറച്ച് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കണ്ടന്റ് അപ്പാടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, എടുക്കാനേ പറ്റുള്ളൂ. അതിനകത്ത് സംശയം ചോദിക്കാനോ, സംശയം ചിലപ്പോൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള മടി കാരണം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാതിരുന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞാൻ ഇടുന്ന വീഡിയോ അതേമാതിരി കോപ്പി അടിച്ച് ചെയ്ത് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ വരുന്ന സംശയങ്ങൾ, സാർ എന്താണ് സംഭവം എന്ന് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് എത്ര സംശയം ചോദിച്ചു കഴിഞ്ഞാലും അതിപ്പോൾ ഒരേ സംശയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ എനിക്ക് പറഞ്ഞു തരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ വീഡിയോ അപ്പാടെ കോപ്പി അടിക്കാൻ ശ്രമിക്കും. അതൊന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ റെക്ടിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. കാരണം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നാലും അത് ഞാൻ വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് ഞാൻ കാണുന്ന സമയത്ത്, അതായത് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടായാലും അതിനകത്ത് എന്ത് സജഷൻ ഇട്ടിരുന്നാലും ഞാൻ കാണുമ്പോഴത്തേക്ക് ഞാൻ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നോക്കട്ടെ, ഞാൻ ഇത് വ്ളോഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കൊരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. കാരണം ഞാൻ തീർച്ചയായിട്ടും ഇൻകത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസത്തിലൊരിക്കൽ കറക്റ്റായിട്ട് വീഡിയോ ഞാൻ ഇടുമായിരുന്നു. ഇത് വീഡിയോ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇടുന്നതെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഒരു ഇൻകം ബേസ്ഡ് സംഭവമല്ല ഞാൻ നോക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു നോളജ് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിപ്പോൾ എത്തിക്സ് ഉണ്ട്, നമുക്ക് എത്തിക്സ്, നമ്മുടെ ആനിമേറ്ററിന് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത കാര്യങ്ങൾ ഒരിക്കലും ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കരുത്, നമ്മൾ കാശ് മേടിച്ചിട്ടേ കൊടുക്കാവൂ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഞാൻ വാക്ക് പാലിക്കും. ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിലുള്ള എല്ലാ വാക്കുകളും ഞാൻ കറക്റ്റായിട്ടും പാലിച്ചിരിക്കും. അത് കുറച്ച് ഡിലേ ആണെങ്കിൽ പോലും. ഞാൻ എന്തിനാണ് ഡിലേ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇനി ഞാൻ ഇടുന്ന വീഡിയോയിൽ ചിലതിനകത്ത് റെഫറൻസ് ഞാൻ ആഡ് ചെയ്യാറില്ല. അതായത് ഞാനിപ്പോൾ ഒരു ക്യാമലിൻ്റെ മോഡൽ ചെയ്തു, ബൈക്കിൻ്റെ മോഡൽ ചെയ്തു. അത് എന്നെ ഇങ്ങോട്ട് കമൻറ്റ് ഇട്ട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ റെഫറൻസ് ഇമേജ് ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെഫറൻസ് ഇമേജ് അതായത് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇട്ട വീഡിയോ സൂപ്പർ ബോയുടെ അതിനകത്തൊരു ബോയുടെ ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഞാൻ അപ്പാടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിനകത്ത് ചെയ്തു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ഹ്യൂമൻ മോഡൽ, ഞാനിപ്പോൾ ഒരു സൂപ്പർ ബോയുടെ കാർട്ടൂണിസ്റ്റിക് മോഡലാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിം കാറ്റഗറിയിലുള്ള, അതായത് കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ള തന്നെ വേറൊരു ഇമേജ്, അത് ഫീമെയിൽ മോഡലായാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഒരു ഫാറ്റി ആയിട്ടുള്ളൊരു ബോയാണ്, കുറച്ചുകൂടെ ലീൻ ആയിട്ടുള്ള ആളായാലും കുഴപ്പമില്ല, ഈർക്കിലി പോലെ ഇരിക്കുന്ന അത്ര മെലിഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഹ്യൂമൻ ക്യാരക്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ, കാർട്ടൂണിസ്റ്റിക് ഹ്യൂമൻ ക്യാരക്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ആ റെഫറൻസ് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും. അത് ഭയങ്കര ഈച്ച കോപ്പി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ വേറൊരു ഇമേജ് എടുക്കുക, വേറൊരു റെഫറൻസ് ഇമേജ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ആ പൈപ്പ് ലൈനിലൂടെ പോവുക. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും ഒരേ രീതിയിലാണ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു വർക്ക് ഫ്ലോ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഏത് ക്യാരക്ടർ എടുത്തിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാരക്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ആനിമൽ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് അനിമൽ എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒട്ടകത്തിനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പശുവിനെയോ ആടിനെയോ പട്ടിയെയോ പൂച്ചയോ കരടിയോ ജിറാഫിനെയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മോഡിലോട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ട് ഐഡിയ ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒട്ടകം ഞാൻ ചെയ്തു. ഒട്ടകത്തിൻ്റെ കഴുത്തെന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതേസമയം നമ്മൾ ഒരു കരടിയാണ് റെഫറൻസ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത്രയും ലെങ്തി അല്ല. അപ്പോൾ അതിനകത്ത് വരുത്തേണ്ടുന്ന മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് കോമൺ സെൻസിൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ മോഡിഫിക്കേഷൻ വരുത്തി നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കും പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ പഠിപ്പിച്ച സാധനമല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷനും കൂടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ഹിഡൻ അജണ്ടയും കൂടെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഞാൻ ആഡ് ചെയ്യാത്തതാണ് റെഫറൻസ് ഇമേജ്. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് പിന്നീട് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ കഴിവതും നിങ്ങൾ ആ റെഫറൻസ് ഇമേജ് ഇല്ലാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, വേറെ ഏതെങ്കിലും റെഫറൻസ് എടുത്തിട്ട് അതിനെ മോഡൽ ചെയ്ത് ശീലിക്കുക. ക്ലിയർ ആയില്ലേ? അത് രണ്ടാമത്തെ ഒരു പോയിന്റ്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഫറൻസ് ഇമേജ് ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ്. അതായത് ഞാൻ ഒട്ടകത്തിൻ്റെ ബോഡി ചെയ്തു, അതിനെന്ത് ചെയ്തിട്ടില്ല, ഞാൻ തല ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തിനാ അങ്ങനെ, എന്നിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചു ഇതിൻ്റെ വീഡിയോ ഇനി എപ്പോൾ വരും, ഞാൻ ഉടനെ വരും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിച്ചതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒട്ടകത്തിൻ്റെ ബോഡി ഞാൻ ചെയ്യിപ്പിച്ചു. ആ ബോഡി ചെയ്ത ആ ഒരു രീതിയിലായിരിക്കില്ല, ആ ഒരു പൈപ്പ് ലൈനിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഫ്ലോയിലായിരിക്കില്ല വേറെ ഒരാൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഡിലേ ചെയ്യിപ്പിക്കുമ്പോൾ, ഞാൻ ഹെഡ് ഡിലേ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമലി എന്ത് ചെയ്യും, യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് യൂട്യൂബിനകത്ത് കയറിയിട്ട് ഹൗ ടു മോഡൽ എ ക്യാമൽ എന്ന് പറഞ്ഞുകൊണ്ട്, കാർട്ടൂണിസ്റ്റിക് ക്യാമൽ എന്നോ അല്ലെങ്കിൽ ക്യാമൽ എന്നോ അനിമൽ എന്നോ പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് 100,000 ട്യൂട്ടോറിയൽസ് വരും. അങ്ങനെ ട്യൂട്ടോറിയൽസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കാണാൻ തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒട്ടകത്തിൻ്റെ ബോഡി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണും. മനസ്സിലായില്ലേ? ആ ഒട്ടകത്തിൻ്റെ ബോഡി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പൈപ്പ് ലൈൻ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് അത് വീഡിയോ ഡിലേ ചെയ്തതെന്നുള്ളത്? ഒട്ടകത്തിൻ്റെ തല എന്തായാലും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒട്ടകത്തിൻ്റെ ബോഡി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് പേരെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോ. ഓക്കെ. അപ്പോൾ അതിനകത്ത് വേറെ രീതിയിൽ മോഡൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു പഠിച്ചിട്ടുണ്ടാവും. അതിലെനിക്ക് സന്തോഷമാണ്. കാരണം എത്ര അറിഞ്ഞുകൂടാത്തവരായാലും അല്ലെങ്കിൽ എത്ര നോളജ് ഉള്ളവരാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ മറ്റൊരാളറിയാത്ത, അതായത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ടൂളുകൾ വേറുള്ളവർക്കറിയാം. അവർക്ക് അറിഞ്ഞുകൂടാത്ത ടൂളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കും അറിയാമായിരിക്കാം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാം അങ്ങ് അറിയാമെന്നുള്ളത് തള്ളി അങ്ങ് പൊക്കി വെക്കുന്നതല്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ അറിയത്തില്ല. എനിക്കൊരു 60%, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു 60% നോളജ് മാത്രമേ ഓട്ടോഡെസ്ക് മായയായിട്ട് എനിക്കുള്ളൂ.
പക്ഷേ നിങ്ങൾക്കൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു കഴിവ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും, അത് ഉറപ്പാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഞാൻ തല ഡിലീറ്റ് ചെയ്ത് ഇൻകംപ്ലീറ്റ് വീഡിയോസ് ഇടുന്നത് അതുകൊണ്ടാണ്. ഞാൻ പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ താമസിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടകത്തിൻ്റെ തല വരുന്നുണ്ട്. പിന്നെ ബൈക്കിൻ്റെയൊക്കെ ഞാൻ ഇനി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇനി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ചതിയായി പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് മുതൽ ഇമേജ് റെഫറൻസ് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ തുടങ്ങിയത് മുതൽ ലാസ്റ്റ് വരെയും, അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോ ചെയ്ത് നിർത്തിയിരിക്കുന്ന ലാസ്റ്റ് ബൈക്ക് നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് വരെയും ചെയ്ത അതേ മോഡൽ ഒരു ഒബ്ജക്റ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്കിൻ്റെ ലിവർ ചെയ്യുവാന്ന് വെച്ചോ, ബ്രേക്കിൻ്റെ ലിവർ ഞാനത് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക ആ ഷേപ്പിൻ്റെ ബേസിക് ഷേപ്പ് ഏതായിരിക്കാം, ഏത് ബേസിക് ഷേപ്പിൽ നിന്നായിരിക്കാം ആ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുക. അതായത് നോളജ് എല്ലാം നമ്മൾ സ്പൂൺ ഫീഡിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണരുത്. ഇപ്പോൾ എല്ലാം വായിൽ വെച്ച് തരുമ്പോഴത്തേക്കും നമ്മളങ്ങ് വിഴുങ്ങുക, ആ ഒരു സംഭവം മാത്രം നോക്കരുത്. ഒരിക്കലും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കഴിവിനെ തന്നെ നമ്മൾ എന്താണ് അതിനെ അടിച്ചമർത്തുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബോക്സ് എടുക്കുക, ചെറിയൊരു ബോക്സ് എടുക്കുക. ആ ബോക്സിനെ ഈ ക്ലച്ച് ലിവറിൻ്റെ ഭാഗം എങ്ങനെയൊക്കെയാണോ പോകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഫേസ് പിടിച്ച് എക്സ്ട്രൂഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാറും ഞാൻ എന്താണ് ഏകദേശം 3/4 ഭാഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതേ കാറിൽ തന്നെ അല്ലെങ്കിൽ അതേ ബൈക്കിൽ തന്നെ എങ്ങനെയാണ് വെഹിക്കിൾ ടെക്സ്ചർ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരും. അത് ഇനി വരുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ എന്തിനാണ് ഞാൻ ക്ലാസ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് പല പാർട്ടുകളായിട്ട് ഇടുന്നത്? ഒന്നിച്ചങ്ങ് ഇട്ടാൽ പോരെ. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ബോയുടെ വീഡിയോ ചെയ്തായിരുന്നു. ആ ബോയുടെ വീഡിയോ ചെയ്ത സമയത്ത്, സൂപ്പർ ബോയുടെ വീഡിയോ ചെയ്ത സമയത്ത് 55 മിനിറ്റ് എങ്ങാണ്ടാണ് ആ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റ ഇരിപ്പിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന, അതായത് ഒരാൾ പറഞ്ഞു തരുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു വേഗത നമുക്ക് മാക്സിമത്തിൽ നിൽക്കുന്നത് ഒരു 45 മിനിറ്റ് മാത്രമേ നിൽക്കത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. പ്രത്യേകിച്ചും ഈ ക്ലാസ് കണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 55 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് അതൊരു 3 മണിക്കൂർ എടുക്കും. ഏകദേശം മോറോർലെസ് 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ അത്രയും സമയം എന്താണ് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് 55 മിനിറ്റ് എന്നുള്ള വീഡിയോ തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ പാർട്ടായിട്ട് ഇടുന്നത്. അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രശ്നമല്ല. നിങ്ങൾ അരമണിക്കൂർ ഇരുന്ന് കണ്ടു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സംഭവം ചെയ്ത് തീർക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ പാർട്ടായിട്ട് ഇടുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. 4 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇൻകംപ്ലീറ്റ് വീഡിയോ എന്തുകൊണ്ടാണെന്നുള്ളത്. രണ്ടാമത്തത്, റെഫറൻസ് ഇമേജ് എന്തുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തതെന്നുള്ളത്. പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഞാൻ എഴുതി വെച്ചതാണ്. കാരണം ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല സംഭവം. കാരണം ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാനായിട്ട് തന്നെ ചെയ്തു വെച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, ഇതിലൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ക്ലാസ് ക്ലിയർ ആയിട്ട് വരും. ചില ഡിലേ വരുത്തുന്നത് നിങ്ങളുടെ നല്ലതിനാണെന്നുള്ളത് മാത്രം നിങ്ങൾ വിചാരിച്ചോണ്ടാൽ മതി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഇതിനകത്ത് നിന്ന് ഇൻകം കിട്ടണം എന്നുള്ളൊരു കാരണത്താലല്ല ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് 2 ദിവസത്തിനകത്ത് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സംഭവിക്കുന്നത് മണിക്കൂർ കട്ടായിക്കൊണ്ടിരിക്കും. 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് കട്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഈ 3 മണിക്കൂർ കയറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും 2 വീഡിയോ ഒരുമിച്ച് ചെയ്തിടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്ന അറിയാമല്ലോ, എങ്ങനെ പോയാലും ഒരു മാസത്തിൽ, ഇപ്പോൾ ഈ ലാസ്റ്റ് 2 മാസമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 3 വീഡിയോ വെച്ചൊക്കെ ഞാൻ മാസം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 5 മാസത്തിലൊരിക്കൽ ഒരു വീഡിയോ വന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ തീർത്തും ഇൻകത്തിൻ്റെ ഒരു സംഭവമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുവാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ കെൽട്രോണിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിന് ഓൺലൈൻ ക്ലാസ്, അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുള്ളായിട്ട് ലോക്കായ സമയത്ത് അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ വഴി ഞാനൊരു സംഭവം ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഹാങ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലോഡുള്ള സോഫ്റ്റ്വെയർ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹാങ് ആവുന്നത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് വഴിയിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വേറെയും കുറേ കുട്ടികൾ കാണാനിടയായി. അവർ പറഞ്ഞു, സാർ ഇനി ഇത് നിർത്തരുത് ക്ലാസ്. അവർ നമ്പറൊക്കെ പിടിച്ച് വിളിച്ചു.
ക്ലാസ് ഇടണമെന്ന് പറഞ്ഞു. അത് കാരണം കമൻറ്റിൻ്റെ ബേസിൽ കുറേ കുട്ടികൾ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരിട്ട കമൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ വീണ്ടും ക്ലാസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ കെൽട്രോണിൽ ഇല്ല തൽക്കാലത്തേക്ക്, ഞാൻ അവിടെ നിന്ന് ലീവാണ്. ഞാനിപ്പോൾ വേറൊരു അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വർക്കിംഗ് ടൈം കഴിഞ്ഞുള്ള സമയത്താണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം ചെയ്തിടുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഇനിയിപ്പോൾ പോകുന്ന കുറച്ച് ട്രിപ്പൊക്കെ പോകും. ചിലപ്പോൾ ആ ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആഡ് ചെയ്യും. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ പഠിത്തം മാത്രമല്ലല്ലോ, അതിൻ്റെ അപ്പുറം വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആത്മബന്ധം എന്ന് പറയുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ല, എൻ്റെ കുട്ടികളല്ല, എൻ്റെ സ്റ്റുഡൻസ് എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു ബന്ധവും കൂടെ നേടിയെടുക്കുക എന്നുള്ള ഒരിതാണ് ഞാൻ ഈ ഒരു ചാനൽ വഴി, പുതിയ ബന്ധങ്ങൾ തേടുന്ന ഒരു ഇതും കൂടെയാണ് ഈ ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചില അവധി ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോക്കലി ഉള്ള കുറച്ച് സെറ്റപ്പ്, ഞാനങ്ങനെ ഒരുപാട് ദൂരെയൊന്നും പോയി എടുക്കുന്നില്ല. പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. ചിലപ്പോൾ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ കാണാം, നമുക്ക് വീണ്ടും കാണാം വീഡിയോയിൽ കൂടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വരാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുത്തിടുക. ഇപ്പോൾ എനിക്കറിയാമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ അനിമേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഞാൻ ഇതുപോലെ വന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ബൈ.